ഹലോ എവരിബഡി, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ബാക്കിയുള്ള നമ്മുടെ വീഡിയോയിലെ ബാക്കി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷൂട്ട് ചെയ്താണ്. ഇപ്പോൾ രാജിവെച്ചോളൂ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്പോട്ടിൽ തന്നെ പറഞ്ഞു. അതായത് അപ്ലോഡ് ചെയ്യുന്ന ഇപ്പോഴാണ്. അതായത് ഇപ്പോൾ സമയത്ത് 3:25 അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ മന്ത്രി രാജിവെച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ. സോ നമുക്ക് ബാക്കി വീഡിയോ എക്സ്പ്ലെയിനർ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ പ്രൊട്ടസ്റ്റ്, നമ്മുടെ CJP, നമ്മുടെ ജെൻസി, നമ്മുടെ ഇപ്പോഴത്തെ ചെക്കന്മാരെല്ലാം കൂടെ, ചെക്കത്തികളും എന്താ എനിക്കറിയില്ല, എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഭയങ്കര നമ്മുടെ പുതുതലമുറയുടെ പാർട്ടി. എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിതൊന്നും ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഞാനൊരു വേറെ ഡിസ്റ്റോപ്പിയൻ ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കി. കാരണം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ ന്യൂസ് കാണാറില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മൾ യൂട്യൂബറൊക്കെ ആയതിനു ശേഷമാണ് നമ്മളിതൊക്കെ തുടങ്ങുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഈ പ്രശ്നങ്ങളെല്ലാം ഈ പ്രൊട്ടസ്റ്റിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ, നമ്മുടെ യുവതലമുറ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ മൾട്ടിപ്പിൾ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യുവജനതയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ്. പിന്നെന്താ ഈ പാർട്ടി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു, പിള്ളേരെ ഇങ്ങനെ കോക്രോച്ച് പണിയില്ലാതെ നടക്കുന്നവരെ എന്തൊക്കെയോ മെൻഷൻ, അതൊക്കെ വേറെ നമുക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയണ്ടാവും അതിൻ്റെ ഇതൊക്കെ. മെയിനായിട്ട് ഈ പ്രൊട്ടസ്റ്റിലോട്ട് ട്രിഗർ ചെയ്തതെന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയിലെ ഒരു ചോദ്യപേപ്പർ ലീക്കായി. അതാണ് ഇതിന് മെയിൻ കാരണം. പിന്നെ അതിനുശേഷം ആ പരീക്ഷ എഴുതേണ്ടി വന്നു. അപ്പോൾ അതിനെ തുടർന്ന് 20 പിള്ളേർ ആത്മഹത്യ ചെയ്തു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഓക്കെ, കാരണം അറിയില്ല, ഞാൻ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവായ പരീക്ഷ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഫീലിംഗ് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഭയങ്കര സിമ്പതി പിടിച്ച് അങ്ങനെയല്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് ഒറ്റ കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റെക്കോർഡ് ഓണാക്കാൻ മറന്നുപോയി. എന്നിട്ട് ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എനിക്കറിയാം, ആ ഒരു ഫീൽ എനിക്കറിയാം. പക്ഷേ കാരണം പരീക്ഷേൻ്റെ അത്രയ്ക്കും വലുതായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല, അത്രേ ഉള്ളൂ പറയുന്നത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടി ഈ പിള്ളേർ ആശ്വസിച്ച് നിന്ന സമയത്ത് ഒന്നും കൂടെ എഴുതണം. പരീക്ഷ ലീക്കായി. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റ് അന്ന് ട്രിഗർ ആയതാണ്. ഒരു സാധാ പോലെ ഒരു ചെറിയ തോതിൽ. പിന്നെ അതിനുശേഷം നല്ല അറ്റൻഷൻ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ റിഫോമറും അതേപോലെ ഇൻവെൻറ്ററും ഒക്കെ ആയ സോനം വാങ്ചുക്. അതായത് ഏകദേശം പുള്ളീൻ്റെ ലൈഫ് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ 3 Idiotsൽ നമ്മുടെ അമീർ ഖാനെ പുള്ളിയുടെ ലൈഫിൽ ഇൻസ്പയർ ആയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി അത്രയ്ക്കൊരു പ്രശസ്തനായൊരു വ്യക്തിയാണ്. പുള്ളിയുടെ ആ ഒരു വരവോടെ ഗെയിം മാറി. ആദ്യം നമ്മുടെ നാഷണൽ മീഡിയ ഒന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. ഈ പ്രൊട്ടസ്റ്റിനെ അങ്ങ് ഇഗ്നോർ ചെയ്തു. പിന്നെ ഫോറിൻ മീഡിയാസ് അവർ വന്നാണ് ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ അങ്ങോട്ട് എത്തിച്ചത്. പിന്നെ അതിനുശേഷം നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയ അങ്ങോട്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ പവറിൽ തീരും. 40, 50, 60 മില്യൺ, 70 മില്യൺ ആ റേഞ്ചിലോട്ടൊക്കെ എല്ലാം കയറി പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല. അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഫോണുണ്ട്. ജസ്റ്റ് റീൽസ് എടുക്കുക, എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ക്യാപ് കട്ടിൽ എടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ പോയി. പിന്നെ അവരുടെ നാട്ടുകാർ, പിന്നെ കാശിന് കൊള്ളാത്ത പിള്ളേരെന്ന് പറഞ്ഞ് അങ്ങനെയാണ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ CJP എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത, കാശിന് കൊള്ളാത്ത വാണങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അത് മാറി, കാശിന് കൊള്ളുന്നവരായി മാറി. ഇപ്പോൾ മോദിജിയുടെ വരെ ടോണ് മാറി, എല്ലാവരുടെ ടോണും മാറി. നമുക്കത് പ്രൗഡ് ചെയ്യേണ്ട ഒരു മൂമെന്റ് ആണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അതായത് ഈ പ്രൊട്ടസ്റ്റിൽ, അതായത് നമ്മുടെ CJP ഇവരുടെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ പുള്ളിനെ ചവിട്ടി പുറത്താക്കും. ഇവരുടെ ആദ്യത്തെ മെയിൻ ഒരു ഗോള്. എന്തിനാണ് പുള്ളിനെ ചവിട്ടി പുറത്താക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഈ ഒരു പ്രസ് കോൺഫറൻസിലെ ഒരു റീൽ ക്ലിപ്പിൽ നമുക്ക് മനസ്സിലാവും. धर्मेंद्र प्रधान का रिजिग्नेशन हो गया तो हम सिस्टम कैसे बदलेंगे? अगर आप 1-2 बार गलतियां करोगे तो आपको जॉब पर रखेंगे? लेट मी कंप्लीट. आपको जॉब पर रखेंगे? नहीं रखेंगे. क्यों नहीं रखेंगे? क्योंकि मैं सफिशिएंटली मैंने काम किया नहीं एग्जैक्टली जो मुझे अकाउंटेबिलिटी और उसके बाद आपके साथ जो लोग वहाँ काम करते थे उनके मन में एक डर बैठेगा कि अगर हमने काम नहीं किया तो जैसे आपको निकाला वैसे हमें भी निकाला जाएगा. आज वो डर नहीं है इस सरकार के किसी भी मंत्री में. അപ്പോൾ അതിനകത്ത് പുള്ളിനോട് ഒരു റിപ്പോർട്ടർ ചോദിക്കും, എന്തിനാണ് നമ്മുടെ ഇവരെ പുറത്താക്കണം, അങ്ങനെ സംഭവം എന്താ ചോദിക്കുന്ന സമയത്ത് പുള്ളി ചോദിക്കും, അതായത് നിങ്ങളെ എന്തെങ്കിലും ഒരു മണ്ടത്തരം നിങ്ങൾ കാണിച്ചാൽ നിങ്ങളെ പുറത്താക്കുമെന്ന് ചോദിക്കും. അതേപോലെ ഒരു മണ്ടത്തരമാണ് നമ്മുടെ മന്ത്രി 1956 റെയിൽവേ പാലൊടിഞ്ഞു വീണ് 140 പേര് മരിച്ചു. അതിനെ തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചു. സെയിം വേ 1999 നിതേഷ് കുമാർ എന്തൊക്കെയോ റെയിലിലെന്തോ അപകടം പറ്റി റെയിൽ മിനിസ്റ്റർ രാജിവെച്ചു. ഈ ഒരു സെയിം രീതിയിൽ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ പുള്ളി ചോർത്തിയെന്നല്ല പറയുന്നത്. രണ്ടാമത്തെ മെയിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ
ഈ 20 പിള്ളേർ മരിച്ചില്ലേ, അതായത് ആത്മഹത്യ ചെയ്തു ഈ പ്രഷർ കാരണം കൊണ്ട്. അവരുടെ ഫാമിലിക്ക് 1 കോടിയോളം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് രണ്ടാമത്തത്. പിന്നെ മൂന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവർക്കെതിരെ കേസൊന്നും എടുക്കരുത്, എല്ലാവരും ഫ്രീ ആയിട്ട് വിടണം എന്ന രീതിയിലുള്ളൊരു ഒരു സംഭവം. ഇതാണ് മെയിനായിട്ട് ഇവരുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിനുള്ള ഇവരുടെ മെയിൻ ഒരു ആവശ്യം. പിന്നെ 1 കോടീൻ്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു കോമ്പൻസേഷൻ്റെ കാര്യം ചിന്തിക്കുന്നു, തല ആട്ടിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള മീറ്റിംഗ് നടന്നിരുന്നു. അതായത് ആദ്യമേ തന്നെ ഇവർ സംസാരിക്കാൻ വേണ്ടി ഉള്ളൊരു ലെറ്റർ അയച്ചായിരുന്നു. പക്ഷേ CJPക്കാർ അത് റിജക്റ്റ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ആദ്യത്തെ കൂടിക്കാഴ്ച അവർ പറഞ്ഞ, അതായത് JP നാഡായുടെ വീട്ടിൽ വെച്ച്. അപ്പോൾ അത് CJP റിജക്റ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CJP നേതാക്കളും അതേപോലെ യൂണിയൻ മിനിസ്റ്റേഴ്സും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിലാണ് പറയുന്നത്, അതായത് ഞങ്ങൾക്ക് 24 മണിക്കൂർ വേണം ചിന്തിക്കണം, അതായത് ഇയാളെ പുറത്താക്കണോ വേണ്ടയോ, പിന്നെ അതേപോലെ 1 കോടി അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാമെന്നൊക്കെ ഒരു തലയാട്ടി ഒരു പോസിറ്റീവ് ഡയറക്ഷനിലോട്ട്. പിന്നെ കേസ് എടുക്കത്തില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മോദിജി വന്നിട്ട് നല്ല രീതിയിൽ ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും വന്നു. പുള്ളി അതായത് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സെറ്റാക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുക കേസുകൾ. ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയ്ക്ക് അതായത് നമ്മുടെ പിള്ളേർ അതായത് പാർലമെന്റിലോട്ട് സൻസാഡ് സെലോ ചൻസ് അങ്ങനത്തെ സ്ലോഗനൊക്കെ ആയിട്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് അതുപോലെയൊക്കെ ചെന്നു. പിന്നെ അടുത്ത ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NDA പരീക്ഷയുടെ കാര്യം തന്നെയാണ്. അതായത് അവിടെ ഒരു മെയിൻ അക്യൂസേഷൻ, ഇത് വേണമെന്ന് വെച്ചാൽ അങ്ങനെ കണക്ട് ചെയ്യാം, പക്ഷേ ഞാനതിനോട് ഫുള്ളായിട്ട് എഗ്രി ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനെയും പറയാം. അതായത് അതിനകത്ത് മെയിനായിട്ടൊരു അക്യൂസേഷൻ, അതായത് അക്യൂസേഷൻ ഉണ്ടായ 2 ബ്രദേഴ്സായ ബിവാൽ ബ്രദേഴ്സ് അതായത് ചേട്ടനനിയന്മാരാണ്. അതിനകത്ത് ദിനേശ് ബിവാൽ എന്ന് പറഞ്ഞ ഒരു ചെങ്ങായി, പുള്ളി ഒരു ഭയങ്കര ഒരു അത്യാവശ്യത്തിന് നല്ലൊരു കണക്ഷനുള്ള BJPയിൽ കണക്ഷനുള്ള ഒരാളാണ്. അത്യാവശ്യത്തിന് നല്ല നേതാക്കന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഫോട്ടോസൊക്കെ പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ 4 കൊല്ലമായിട്ട് ഏകദേശം 4 കൊല്ലത്തിനിടയ്ക്ക് ആ പുള്ളിയുടെ ഫാമിലിയിലെ 4 പേര് നീറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതുമായിട്ട് BJP ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നൊരു സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അടുത്തതെന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അതായത് ഈ നീറ്റ് ഇങ്ങനത്തെ വലിയ വലിയ പരീക്ഷകളൊക്കെ അവരാണ് നടത്തുന്നത് ഈ സംഭവം. അതിൻ്റെ ഡയറക്ടറായ അഭിഷേക് സിംഗ് പറയും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇത് ജസ്റ്റ് ഒന്ന് പ്രോബിലിറ്റി മാത്രമേ ഉള്ളൂ. 180 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 130 തന്നെ ശരിയായിട്ടുള്ളൂ. അതുകൊണ്ട് അത് ജസ്റ്റ് പ്രോബിലിറ്റി, അത് അവരുടെ ബെസ്റ്റ് ഗെസ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയപ്പോൾ അതിനേക്കാൾ ആൾക്കാർ ട്രോളുന്നുണ്ട്. പിന്നെ കുറേ ട്രോളുകളുണ്ട് ഇതിൻ്റെ പുറകിൽ, കുറേ മീം ട്രോള് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നല്ലൊരു വൈബാണ് അവിടുത്തെ സംഭവങ്ങൾ. ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ട്, അടിപൊളി ചില്ല്. പിന്നെ പോലീസുകാർ അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ തല്ലാൻ വേണ്ടി വരുമ്പോൾ ജനഗണമന പാടുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി ലോകാവസാനം വരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ പേപ്പർ ലീക്കിനല്ല CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം. കുറെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. സർക്കാസ്റ്റിക് ആയിട്ടാണ് ഈ പാർട്ടീന്റെ ഒരു തുടക്കം തന്നെ, ഒരു സർക്കാസ്റ്റിക് ആയ രീതിയാണ്. അതായത് കളിയാക്കി ഓക്കെ ഇല്ല ഞങ്ങളത് എടുത്തു, അങ്ങനെ രീതിയിലുള്ള സംഭവമാണ് വരുന്നത്. പിന്നെ ഇതിന്റെ പുറകിൽ ഒപ്പോസിഷൻ പാർട്ടീസ്, അപ്പോൾ കുറേ പേര് ഒപ്പോസിഷൻ പാർട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് മുതലെടുക്കുകയല്ലടാ അങ്ങനെ ഒരു രീതിയാണ് വരുന്നത്. ഈ പാർട്ടി തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്പോസിഷൻ മര്യാദയ്ക്ക് ഇതിനെതിരെ, ഈ സിസ്റ്റത്തിനെതിരെ ഒപ്പോസ് ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തി മൂവ്മെന്റ് വന്നപ്പോൾ വന്ന് ചാടിക്കയറി എന്നൊക്കെയാണ് പറയുന്നത്. സോ നമ്മുടെ നാട്ടിൽ നിന്ന് VD സതീശൻ പോയി, അതേപോലെ പല മന്ത്രിമാരും പോയിട്ട് സപ്പോർട്ട് ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട്. പിന്നെ ഈ ലീക്കായ നീറ്റ് എക്സാമിൻ്റെ ആ പേപ്പർ, അതായത് ആദ്യത്തെ നമ്മുടെ കേരളത്തിലും എത്തി. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ജയ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലുള്ളൊരു പ്രസ്സിലോട്ട് കൊടുക്കും, പിന്നെ അവിടുന്ന് ഹരിയാനയിലുള്ള ഡോക്ടറിൻ്റെ അടുത്തെത്തി, അങ്ങനെയൊക്കെ ഒരു ചെയിനായിട്ട് പിന്നെ ചെന്നിട്ടൊരു അവിടെ രാജസ്ഥാനിലുള്ളൊരു കോച്ചിങ് സെൻറ്ററോ അങ്ങനെ എന്തോ സെൻറ്ററിൽ എത്തും. പിന്നെ അതുവഴി അവിടെയുള്ളൊരു ആളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പഠിക്കുന്ന ആരുമായിട്ട് നമ്മുടെ കേരളത്തിലുള്ളൊരു ചെക്കൻ കമ്പനിയുണ്ട്, ഫ്രണ്ടാണ്. അപ്പോൾ ആ ചെക്കൻ്റെ ഫാദറിന് അയച്ചു കൊടുക്കും. അതായത് അവനങ്ങനെ ആ ഒരു സംഭവത്തിൽ അങ്ങനെ എത്തും. അതായത് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കേരളത്തിൽ വരെ എത്തി. കേരളത്തിലൊരു പയ്യനെ കിട്ടി, പയ്യൻ്റെ ഫാദറിന് അയച്ചു കൊടുത്തു. ഫാദർ ഒരു ഗേൾസ് ഹോസ്റ്റലിൽ നടത്തിക്കൊണ്ട് പോകുന്ന ആളാണെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളി അവിടെ എല്ലാവർക്കും കൊടുക്കും, ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. അങ്ങനെ അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. അതിനെ തുടർന്ന് ആരൊക്കെയോ കേസിനൊക്കെ പോയി, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഓടിച്ചു വിട്ടു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഓടിച്ചു വിട്ടപ്പോൾ നേരെ NTA കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ആരംഭം വന്നത്, ലീക്കായി എന്നുള്ള സംഭവം വന്നത്. പിന്നെ പല ആൾക്കാരും അതായത് ഇതിൻ്റെ മെയിൻ ഇഷ്യൂസിൽ നിന്ന് മാറി, അതായത് ഇത് ഒമർ ഖലീദ് പുള്ളി ഒരു തീവ്രവാദിയോ എന്തോ ആണോ എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ
ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇത് നേപ്പാൾ പോലെ ആകുമ്പോൾ ശ്രീലങ്ക പോലെ ആണ്, അങ്ങനെയാണ് ബംഗ്ലാദേശ് പോലെ എന്തൊക്കെയോ ആണെന്നൊക്കെ മെയിൻ പ്രോബ്ലങ്ങൾ മാറ്റിവെച്ച് മറ്റ് CJP അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിനെതിരെ പറയുന്നവർ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഒളിച്ചു കിടത്തുന്നുണ്ടെന്നൊക്കെയുള്ളതാണ് അക്യൂസേഷൻസ് വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിലും ഞാൻ കൂടുതലായിട്ട് കേട്ടതിലും വെച്ച് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കുമുള്ള പ്രോബ്ലമാണ്. സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരണം, ഇതൊക്കെ പ്രശ്നമുണ്ട്. എനിക്ക് അത്ര അറിയുള്ളൂ. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, പ്രശ്നങ്ങൾ കണ്ടില്ലേ, പ്രശ്നമുള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർ തിരിവിലിറങ്ങിയത്. ഇപ്പോൾ മൺസൂൺ പാർലമെൻറ്റ് സെക്ഷൻ നടക്കുവാണ്, അതായത് ജൂലൈ 20 തൊട്ട് ആഗസ്റ്റ് 13 വരെ. അപ്പോൾ ഈ സമയത്ത് മെയിനായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഇത് റൂളിംഗ് പാർട്ടിക്ക് ഒറ്റ കാര്യമുള്ളൂ, സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു നല്ല പേരൊക്കെ കീപ്പ് ചെയ്യാം. ഇത് ബെസ്റ്റ് അഭിപ്രായത്തിൽ അയാളെ പിരിച്ചു വിടുക. കാരണം നമ്മൾ ജോലിയിൽ മണ്ടത്തരം കാണിച്ച അയാളെ പിരിച്ചു വിടത്തില്ലേ, സെയിം രീതിയിൽ അയാളെ പിരിച്ചു വിടുക. ചില പിള്ളേരൊക്കെ മോദിയെ ചവിട്ടി പുറത്താക്കണം എന്നൊക്കെ പറയും, പുറത്താക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്തിനാ അയാളെ പുറത്താക്കുന്നത് ഈ ഒരു കാര്യത്തിന്? നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലണ്ടനിലും ന്യൂയോർക്കിലും വരെ നമ്മുടെ പ്രവാസികളായ പിള്ളേർ ഐക്യദാഷ്ട്യം പ്രകടിപ്പിച്ചു. നമ്മൾ ഹിസ്റ്ററിയിലോട്ട് നോക്കുവാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരിക്കുന്ന സമയത്തും ഉണ്ട്, ലീഗ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ BJP ഭരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ 24 പോയി. അങ്ങനെ പല CBSEൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിങ്, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. അതിപ്പോൾ നമ്മുടെ നാട്ടിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാകാത്ത കേസൊന്നുമില്ല. ലീക്കാകാതെ നല്ലൊരു സിസ്റ്റം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നീപ്പോ കോപ്പാൻസ് അല്ലെങ്കിൽ സ്നഗീസ് ഒക്കെ അതുവരെ അതിനേറെ നന്നായിട്ട് ലീക്ക് ഇല്ലാതെ പിടിച്ചു നിർത്തും എന്നൊക്കെയാണ് ആൾക്കാർ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത്. വെറുതെ എന്തിനാണ് നമ്മൾ ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? നമ്മൾ അവരുടെ ബ്രെയിൻ, അവരുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കണം. അതേപോലെ തന്നെ ഒപ്പോസിഷൻസ് നിങ്ങൾ എതിർക്കൂ, അല്ലെങ്കിൽ ഇനിയും നമ്മളെ ഇങ്ങനെ സംഭവങ്ങളുണ്ടാവും. ഓക്കെ, നൈസായിട്ട് മുതലെടുക്കുവാണ് രണ്ട് ടീമും എല്ലാവരും ചെയ്യുക. അപ്പോൾ പിന്നെ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരും ക്ലീൻ ആവില്ല, അറിയാലോ. ഇവരുടെ മെയിൻ ഉദ്ദേശം കുഴപ്പമില്ല, നല്ലൊരു കാര്യമാണ്, പിള്ളേർക്ക് ഉള്ളൊരു മൂവ്മെൻ്റാണ്, വോയിസ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയൊരു സംഭവമാണിത്. ഓക്കെ, പിന്നെ നമ്മുടെ സോനം വാങ്ചുങ്, അതായത് 26 ദിവസത്തെ ആ ഒരു നിരാഹാര സമരത്തിന് നിർത്തി. ഇന്നാണ് നിർത്തിയത്. ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 12:15, അതുകൊണ്ട് ഇന്നലെ നിർത്തി എന്ന് പറയാം. ഓക്കെ, റെക്കോർഡ് ചെയ്തപ്പോൾ ഇന്നായിരുന്നു, ഇപ്പോൾ ഇന്നലെ. സോ അതാണ് ഇവിടെ ഒരു സംഭവം. മൊത്തത്തിൽ ഒരു ചില്ലൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ചില്ലൊരു രീതിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ഡാൻസ് ഉണ്ട്, പല പരിപാടികളുണ്ട്. അതാണ് നല്ലൊരു വൈബിലാണ് കീപ്പ് ചെയ്യുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു വേൾഡ് കപ്പിന് ശേഷം നല്ലൊരു ഇതുണ്ടായി. പല ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട്, പിള്ളേർക്ക് വേൾഡ് കപ്പിന് ശേഷം എന്തെങ്കിലും വേണ്ട, നമുക്ക് ത്രില്ലടിക്കണ്ടേ. അപ്പോൾ ത്രില്ലടിക്കാൻ വേണ്ടിയുള്ളൊരു പുതിയ ത്രില്ലൊരു സാധനമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ ഞാനത് താത്തി കെട്ടുമല്ല, ത്രില്ലടിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആവശ്യമല്ല. ഇത് നമുക്ക് ഈ സിസ്റ്റം ഇങ്ങനത്തെ സംഭവമൊക്കെ മാറണം. ഞാൻ അങ്ങനെ പറയല്ല, ഒരു ത്രില്ലാണെങ്കിലും ത്രില്ലിൽ കൊണ്ടുവരണം. നമുക്ക് നമ്മളെന്തിനാ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? നമുക്ക് ത്രില്ലിൽ നല്ല അടിച്ചു പൊളിച്ച് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് ചില്ലാക്കണം. അതാണ് എൻ്റെ ഒരു രീതി. നമ്മൾ ഫ്രീ ഫ്ലോ, അതാണ് എൻ്റെ രീതി. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് നല്ല ചില്ലായിട്ട്, അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ മോദിജി ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത്, കൊണ്ടുവരും. അപ്പോൾ ഈ മറ്റേ പ്രയോറിറ്റിക്ക് അനുസരിച്ച്, അല്ലാതെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കത്തില്ല. അതൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, ഒക്കെയാണ് എൻ്റെ ഒരു സംഭവം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമുക്കൊരു സല്യൂട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാനിതിൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചാലനായിരിക്കില്ല. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ.